നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണല്ലേ. ഇന്ന് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്തവരായി ആളുകൾ ചുരുക്കം പേരെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം വഴി പരസ്പരം റീലുകൾ ഷെയർ ചെയ്യുകയും പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതല്ലേ. എന്നാൽ ഇൻസ്റ്റാഗ്രാം വഴി വരുമാനം കണ്ടെത്തുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെ നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താം, അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനായി നിങ്ങൾ ആദ്യം ഒരു ഇൻസ്റ്റാ പേജ് ക്രിയേറ്റ് ചെയ്യുകയും അത് നല്ല രീതിയിൽ റീച്ചാക്കി കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പോൺസേഡ് കണ്ടൻ്റാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലിയ വലിയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് വലിയ വലിയ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുക. അത്യാവശ്യം റീച്ചായ ഒരു ഇൻസ്റ്റാ പേജാണ് നിങ്ങളുടേതെങ്കിൽ ബ്രാൻഡുകൾ നിങ്ങളെ സമീപിച്ചുകൊള്ളും. പ്രൊമോഷന് വേണ്ടുന്ന പൈസ നിങ്ങൾ പറയുന്നതാണ്. നിങ്ങളുടെ പേജിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് മേടിക്കാം. അടുത്ത പോയിൻ്റാണ് സെൽ യുവർ ഓൺ പ്രൊഡക്ട്സ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? ചെറിയ രീതിയിൽ കടകളൊക്കെ ഇട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇൻസ്റ്റാഗ്രാം വഴി മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള പേജുകൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. വാച്ചുകളും മൊബൈലുകളും മറ്റു വസ്തുക്കളും വിൽക്കുന്ന. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പേജ് വഴി സെല് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ ബ്രാൻഡുകളോ അല്ലെങ്കിൽ ആ കമ്പനി നിങ്ങൾ വഴി നിങ്ങളൊരു മീഡിയേറ്ററായി പ്രവർത്തിച്ചുകൊണ്ട് സാധനങ്ങൾ സെല് ചെയ്യുക എന്നതാണ്. അതായത് ബ്രാൻഡുകൾ അവരുടെ പ്രൊഡക്ട്സ് നിങ്ങളെ മീഡിയേറ്ററായി വെച്ചുകൊണ്ട് സെല് ചെയ്യും. അടുത്ത പോയിൻ്റാണ് ഓഫർ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, അതായത് നിങ്ങളുടെ ഫോളോവേഴ്സിന് നിങ്ങൾക്ക് പണം അടച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും സേവനം തേടാവുന്നതാണ്. നിങ്ങൾ നല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സാണോ എങ്കിൽ നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ അവർക്ക് പണം അടച്ചുകൊണ്ട് കാണാവുന്നതും ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്ത പോയിൻ്റാണ് സെൽ യുവർ ഫോട്ടോസ് ആൻഡ് ആർട്ട്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫിയിൽ ക്രേസുള്ള വ്യക്തിയാണോ എങ്കിൽ നിങ്ങളെടുക്കുന്ന നല്ല നല്ല ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. ആവശ്യമുള്ളവർ അത് നിങ്ങളടുത്ത് നിന്നും പർച്ചേസ് ചെയ്യുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താം. നിങ്ങൾ ചിത്രം വരയ്ക്കാൻ അറിയുന്ന ഒരു കലാകാരനാണോ എങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോളോവേഴ്സിന് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ തരുന്ന ചിത്രം നിങ്ങൾ നല്ല രീതിയിൽ വരച്ചു കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താം. ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കൂടിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അടുത്തൊരു പോയിൻ്റാണ് ഓഫർ ഇൻസ്റ്റാഗ്രാം ട്യൂട്ടോറിയൽസ്. നിങ്ങൾക്ക് നല്ലൊരു ട്യൂട്ടോറിയൽ കോച്ചാകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല നല്ല വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം വഴി ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്ന ഒരുപാട് പേജുകൾ നമുക്ക് കാണാറുണ്ട്. അതുപോലൊരു നല്ല പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ സാധിക്കും.